അതൊരു നീതിപൂർവമായ മാന്യമായ അന്തസ്സായ ഒരു രീതിയല്ല ഒരു ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്രയും വലിയ വ്യത്യാസങ്ങളുണ്ടാക്കുന്ന ഒരു തീരുമാനം കൊണ്ടുവരുന്നത്. എന്നിട്ടും അത് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നു. സാങ്കേതികമായി പാർലമെൻറ്റ് ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പരിധിക്കകത്ത് വരാത്തതുകൊണ്ട് അത് കൊണ്ടുവരുന്നു എന്ന് വെക്കാം. അപ്പോഴും അതിൽ ശ്രമിക്കുന്നത് വനിതകളുടെ സംവരണത്തിൻ്റെ ആളുകളായി ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ വിശ്വസിക്കുന്നു ഇത് അവിടെ അവസാനിക്കുന്നതല്ല. കാരണം ഉറപ്പായിട്ടും ഈ പാർലമെൻറ്റിൽ പാസ്സാവില്ല എന്നറിയുന്ന ഏതാനും മണിക്കൂറുകൾ മാത്രം ആയുസുള്ള ഒരു ബില്ലിനെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് അത് പരാജയപ്പെടുന്നതിന് നിശബ്ദമായി സാക്ഷ്യം വഹിക്കുന്നൊരു പാർട്ടിയാണോ BJP? അല്ല എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ, അത് പാസ്സാക്കാനായിരുന്നെങ്കിൽ അവർ പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച നടത്തുമായിരുന്നു. നമുക്ക് വനിതകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നീതി നടപ്പാക്കേണ്ടതുണ്ട്, അതെങ്ങനെ കഴിയും? അങ്ങനെ ഒരു സർവകക്ഷി യോഗം വിളിച്ചില്ല. അങ്ങനെ ഒരു ആലോചന നടത്തിയില്ല. എന്നിട്ടും ഈ ബില്ല് കൊണ്ടുവരുന്നു. അപ്പോൾ ചില ശുദ്ധ മനസ്സിലായ ഇന്ത്യക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതിനു മുന്നിൽ എവിടെയോ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എന്താകാം അത്? അതാണ് ഇന്ത്യയിലെ സാധാരണക്കാരും ചിന്തിക്കുന്നത്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു പ്രധാനമായിട്ടും തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലുമാണ്. തമിഴ്നാട്ടിൽ ഈ ബില്ല് കൊണ്ട് എന്ത് വ്യത്യാസം കൊണ്ടുവന്നാലും BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയം അറിയുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നു. പിന്നെ പശ്ചിമ ബംഗാളാണ്. ഈ വനിതകളുടെ കാര്യത്തിലും അവരുടെ സംവരണത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന മമതാ ബാനർജിയാണ് അവിടെ മുഖ്യമന്ത്രി. അവരുടെ അടുക്കൽ ഈ ഒരു മുദ്രാവാക്യം കൊണ്ട് നടക്കില്ല എന്ന് BJPക്ക് അറിയാത്തതല്ല. പക്ഷേ അവിടെയാണ് ചില ആളുകളെങ്കിലും ഉയർത്തുന്ന സംശയങ്ങൾ ചിന്തിക്കേണ്ടതോ ചർച്ച ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നുന്നത്. വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ, പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം രീതിയിൽ വോട്ട് വന്നാലും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കണമെന്ന് ഏതെങ്കിലുമൊക്കെ ശക്തികൾ തീരുമാനിച്ച് നേരത്തെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടോ? മുൻകാലങ്ങളിലും അത്തരം സംശയങ്ങൾ ചില തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുണ്ട്. വോട്ടെണ്ണുന്ന ചില ഭാഗങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് BJPക്ക് സീറ്റുകൾ കൂടുന്നത് കാണുന്നു. അപ്പോൾ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സംഭവമുണ്ടായാൽ, മമതാ ബാനർജി തോറ്റാൽ, അത് ഈ കാരണം കൊണ്ട് തോറ്റു എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് ഏതെങ്കിലുമൊക്കെ ആളുകൾ ചിന്തിച്ചാൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എവിടെയൊക്കെയോ എന്തെല്ലാമോ ഒരുങ്ങുന്നു. ഒന്നും കാണാതെ BJPയെ പോലത്തെ ഒരു പാർട്ടി, പ്രത്യേകിച്ച് മോഡിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിയുടെ, അമിത്ഷായെ പോലത്തെ ഒരു ചാണക്യൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് നിൽക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഒരു 2-3 ദിവസത്തേക്ക് ഒരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായി ഇത് കൊണ്ടുവരും എന്ന് ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും വരാനിരിക്കുന്ന ദിവസങ്ങൾ ഈ കഥ പൂർത്തിയാക്കും എന്നുള്ളതിൽ സംശയമില്ല.